ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1686. ഇന്ന് ഓഗസ്റ്റ് മാസം 12-ാം തീയതി, 225-ാമത്തെ ദിവസത്തിലെത്തി. പരിശുദ്ധ അമ്മ മറിയം സ്വർഗത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സ്വർഗസ്ഥനായവൻ മനുഷ്യനായി ചെറുതായി തീർന്ന് വസിച്ച ഇടമല്ലേ അത്? വളർന്ന ഇടമല്ലേ അവിടെ? അതുകൊണ്ടാണ് നമ്മെക്കുറിച്ച് ദൈവത്തിന് മുമ്പിൽ പറയാനും പരിചയപ്പെടുത്താനും ദൈവം തിരഞ്ഞെടുത്ത ഈ അമ്മയ്ക്ക്, ഈ സ്ത്രീക്ക് തീർച്ചയായും കഴിയും. ഗബ്രിയേൽ എന്ന ദൂതൻ പറഞ്ഞിരുന്നു, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഈയൊരു കൃപ കണ്ടെത്തൽ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ ആദ്യം കാണുന്നത് നോഹയുടെ സംഭവത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം. ദൈവദൃഷ്ടിയിൽ നോഹ കൃപ കണ്ടെത്തി. പിന്നീട് അബ്രഹാമിലെത്തുന്നു. അബ്രഹാം ദൈവത്തോട് പറയുന്നു, നീ എന്നിൽ സംപ്രീതനാണെങ്കിൽ നിന്റെ ദാസനെ വിട്ടുപോകരുതേ എന്ന്. വീണ്ടും നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഗിദെയോൻ ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ മുമ്പിൽ കൃപ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നുണ്ട് ചില കാര്യങ്ങൾ. ദൈവം സവിശേഷമായി പ്രസാദിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്ത വ്യക്തികളാണ് ദൈവസന്നിധിയിൽ ഇങ്ങനെ കൃപ കണ്ടെത്തിയവർ. ദൈവം പ്രസാദിച്ച ഒരുവളാണ് മറിയം. സംശയിക്കാതെ, ചോദ്യം ചെയ്യാതെ സമ്മതിക്കണം നമുക്ക്. അത്യുന്നതനായ ദൈവം സവിശേഷമായ ദാനങ്ങൾ മറിയത്തിനു വേണ്ടി ഒരുക്കുന്നു, മറിയത്തിലേക്ക് ഒഴുക്കി കൊടുക്കുന്നു. മറിയത്തിൽ വന്നു നിറയുന്നു അങ്ങനെ കൃപ. ഉന്നതനായ ദൈവത്തിൽ നിന്ന് താഴ്മയുള്ള മറിയത്തിലേക്ക് അങ്ങനെ കൃപയൊഴുകി വന്ന് നിറയുന്നു. മറിയമെന്ന സ്ത്രീയെ അറിയുകയും ഈ അമ്മയെ ആദരിക്കുകയും ചെയ്യുമ്പോൾ അതോടൊപ്പം സ്വയം താഴ്മയുള്ള, വിനയമുള്ള ആളുകളാവാനായിട്ട് നമുക്ക് ബാധ്യതയുണ്ട്. തീർന്നില്ല, ഭൂമിയിലെ അമ്മമാരെ, സ്ത്രീകളെ അപ്രകാരം കാണാനും കണ്ടെത്താനും ഇടപഴകാനും കഴിയണമല്ലോ. അതിന് പലപ്പോഴും കഴിയാതെ പോയതിനെ ഓർത്ത് അമ്മേ, മറിയമേ, മാപ്പെന്ന് പറയാനും കഴിയണ്ടേ? അതെ, മറിയമെന്ന ഈ വലിയ അമ്മയെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ഭൂമിയിലെ അവനവന്റെ അമ്മയെയും ഭൂമിയിലെ മുഴുവൻ അമ്മമാരെയും ആദരവോടെ പരിഗണിക്കണ്ടേ? സ്ത്രീകളോടൊക്കെ കുറെ കൂടി ആദരവോടും സ്നേഹത്തോടും ഏറ്റവും നിർമ്മലതയോടും ഇടപെടണ്ടേ? ആമേൻ.